സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ റോഷൻ നോക്കിയിരിക്കുമ്പോൾ ഐറ്റം വരില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതിരിക്കുമ്പോൾ സാധനം അങ്ങ് ഇറക്കി വിട്ട് കളയും. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ട്രെയിലർ എല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു. 10 ദിവസത്തിനടുത്ത് മാത്രം ഇനി സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടം ഇറങ്ങാനായിട്ടുള്ളൂ. സോ എല്ലാവരും ആ ഒരു സ്പൈഡർമാനിയ ഫീവറിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു സൈഡ് കൂടെ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഡൂംസ്ഡേയുടെ ട്രെയിലർ ഇത് നമ്മുടെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. മേ ബി എന്തായാലും സ്പൈഡർമാനായിട്ട് 10 ദിവസം ഉണ്ടല്ലോ. സോ ഡൂംസ്ഡേ ട്രെയിലർ ഇപ്പോൾ ഇറക്കി വിട്ടതിന് ശേഷം ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഒരു സ്പൈഡർമാൻ ഫീവറിലോട്ട് പോയിട്ട് സ്പൈഡർമാൻ പടം ഇറങ്ങിയതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് ആ ഒരു സ്പൈഡർമാൻ ഹൈപ്പിൽ തന്നെ പോയിട്ട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം വീണ്ടും ഡൂംസ്ഡേയുടെ അടുത്തൊരു ട്രെയിലർ വിട്ട് ആ ഒരു ടാക്ടിക്സ് ആയിരിക്കും അവിടെ നോക്കുന്നത്. കാര്യം ഡൂംസ്ഡേയുടെ ഒപ്പം ക്ലാഷിന് വരുന്ന ഡ്യൂൺ പാർട്ട് 3യുടെ ഓൾറെഡി 2 ട്രെയിലറുകൾ എങ്ങാണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഡൂംസ്ഡേയുടെ കേസിൽ നോക്കുവാണെങ്കിൽ അങ്ങിങ്ങായിട്ട് ചെറിയ കുറച്ച് ഗ്ലിംസ് വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു ഐറ്റം, ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ എന്ന രീതിക്ക് ഈ ഒരു ടൈം അങ്ങനെ നോക്കുവാണെങ്കിൽ കറക്റ്റാണ്. ഇറക്കിയ ടൈം ഏതോ ആട്ടെ, ബട്ട് ഇറക്കിയ ഐറ്റം എന്തായാലും കിടിലമാണ്. ഓൾറെഡി സിനിമ അക്കൗണ്ടിൽ ഒരു ട്രെയിലർ വന്നത് ലീക്കായിട്ട് നമ്മൾ ഓൾറെഡി അതിനെ പറ്റിയിട്ടുള്ള ബ്രേക്ക് ഡൗൺ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്നേ നമ്മൾ സംസാരിച്ചിട്ടുള്ള ആ ഒരു ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത്. ഓൾറെഡി ട്രെയിലറിൻ്റെതായിട്ടുള്ള അങ്ങിങ്ങായിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ ലീക്കായിട്ട് ഒരു ഓൺലൈൻ പാർട്ടിയുടെ കയ്യിലുണ്ടെന്നും അവർ മാർവലായിട്ട് ഇപ്പോൾ ഒരു ഡീല് പേശിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ അധികം വളച്ചിലെടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇത് മൊത്തം ഓൺലൈനിൽ അങ്ങ് പരവി കളയുക എന്നുള്ള രീതിക്ക് ഒരു ഭീഷണി മോഡിലോട്ടൊക്കെ ഒരു ഇതിൻ്റെ ഇടയിലോട്ടൊരു പരിപാടി നടക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. സോ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അത്തരത്തിലൊരു നീക്കം നടന്ന ട്രെയിലർ മൊത്തത്തിൽ അങ്ങ് ഓൺലൈനിൽ ലീക്ക് ആവുന്നതിനേക്കാൾ നല്ലതല്ല ഒഫീഷ്യലായിട്ട് ഇപ്പം തന്നെ അങ്ങ് പറത്തി വിടുന്നത് എന്നുള്ളൊരു രീതിക്ക് മാർവൽ ഒരു ടേക്ക് എടുത്ത് കാണണം. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് സമയമാണ്. ബ്രാൻഡ് ന്യൂഡേക്ക് ആയിട്ട് ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ. ആ ഒരു ഗതിക്കായിരിക്കണം ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുള്ളത്. സംസാരിക്കാനുള്ളത് എന്തായാലും ട്രെയിലറിനെ പറ്റി തന്നെയാണ്. ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങളെ പറ്റി തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് എക്സ്മെൻ യൂണിവേഴ്സ് കാണിക്കുന്നു. അവിടെ സേവിയർ മാൻഷൻ കാണിക്കുന്നു. അതിനകത്ത് സേവിയർ ഇരുന്നിട്ട് പുറത്തോട്ട് എന്തിനും നോക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ജസ്റ്റ് എന്തോ ഒരു പൊട്ടിത്തെരെന്നുള്ള രീതിക്കാണ് ആദ്യം അത് തോന്നുക, എന്നാൽ പോലും അതല്ല. കൃത്യമായിട്ടുള്ളൊരു വിഷനിലൂടെ നമുക്കത് മനസ്സിലാവും. ഒരു പ്ലാനറ്റ് തന്നെ പൊട്ടിച്ചെതറുവാണ് അവിടെ. അത് കണ്ടുകൊണ്ട് ഒരു പ്രത്യേകതരം എക്സ്പ്രഷനാണ് പ്രൊഫസർ എക്സ് അവിടെ ഇടുന്നത്. ആ ഒരു വിഷ്വൽ കാണിക്കുന്നതോടൊപ്പം കേൾപ്പിക്കുന്ന ഒരു വോയിസ് ഓവർ ഇങ്ങനെയാണ്: നമുക്ക് തടുക്കാൻ കഴിയുന്നതിനേക്കാളും വലിയൊരു ആപത്ത് നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അൺതിങ്കബിൾ ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ അത് തകർത്ത് കളയും എന്നുള്ളൊരു രീതിക്കുള്ള ഒരു വാർണിംഗ് മോഡിലാണ് ആ ഒരു ഡയലോഗ് പോകുന്നത്. ആൻഡ് അത് പറയുന്നതോടൊപ്പം തന്നെ ഡോക്ടർ ഡൂമിൻ്റെ ആ ഒരു ഫേസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഐ മീൻ ആ ഒരു മാസ്ക്ഡ് ഫേസ്. സോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഡയലോഗ് പറയുന്നത് വേറെ ആരുമല്ല, നൺ അതർ ദാൻ ഡോക്ടർ ഡൂം. ഇവിടെ ഈ ഒരു അൺതിങ്കബിൾ ഡിസിഷൻ എന്നതിലൂടെ ഡൂം ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ പ്ലാനറ്റിനോട് കൂട്ടിയിടിച്ച് നശിക്കാൻ വരുന്ന ഈ ഒരു ഇൻക്വേഷൻ ഇവന്റിലൂടെ വരുന്ന മറ്റേ പ്ലാനറ്റിനെ നമ്മൾ ഓൾറെഡി വേഗം ചെന്ന് തകർത്ത് കളയണം എന്നുള്ളൊരു രീതിക്കുള്ള ആ ഒരു ടാക്ടിക്സ് ആണ്. അതായത് സ്വന്തം പ്ലാനറ്റ് നശിക്കാതിരിക്കണമെങ്കിൽ അപ്പുറത്തെ പ്ലാനറ്റ് കൊണ്ടുപോയി നശിപ്പിക്കണം എന്നുള്ളൊരു രീതിക്കുള്ള ഒരു ഐഡിയ. സോ ഈ ഒരു പരിപാടിയാണ് പ്രൊഫസർ എക്സ് ആ ഒരു എക്സ്പാൻഷനകത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഈ ഒരു കാര്യം കണ്ടിട്ട് വല്ലാത്തൊരു വിഷാദഭാവം. ഈവൻ അവരുടെ പ്ലാനറ്റിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു എൻറ്റയർ പ്ലാനറ്റിനെ തന്നെ ഈ ഒരു എക്സ്മാൻ യൂണിവേഴ്സിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചെന്ന് നശിപ്പിക്കുവാണ്. ആൻഡ് ഈ ഒരു സീക്വൻസ് ആണ് പടത്തിന്റെ തുടക്കത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു രീതിക്ക് റൂമേഴ്സിലൂടെ കറങ്ങി നടക്കുന്നത്. ആൻഡ് നമ്മുടെ പ്രൊഫസർ എക്സിന്റെ കൺമുമ്പിൽ നശിപ്പിക്കപ്പെടുന്ന ഈ ഒരു യൂണിവേഴ്സാണ് നമ്മുടെ സാം റൈമിയുടെ ടോബി മെഗ്യൂർ സ്പൈഡർമാൻ അടങ്ങുന്ന ആ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു യൂണിവേഴ്സാണ് ഈ നശിക്കുന്നത് എന്നുള്ളൊരു രീതിക്കാണ് റൂമേഴ്സിൽ വരുന്നത്. സോ പടത്തിന്റെ തുടക്കഭാഗത്ത് തന്നെ വൂൾവറിൻ വേഴ്സസ് സ്പൈഡർമാൻ ഫൈറ്റ് ആണ് ടീസ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു ഫൈറ്റിൽ തന്നെ നമ്മുടെ സ്പൈഡർമാനും വൂൾവറിനും മരിക്കുമെന്ന രീതിയിലും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ടിവിയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലും ഒരു സ്റ്റോറി ലൈൻ പ്ലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള 2 തരത്തിലുള്ള തിയറീസ് ആണ് കറങ്ങി നടക്കുന്നത്. അതിന്റെ കൂടുതൽ സത്യാവസ്ഥ കണ്ടു തന്നെ മനസ്സിലാക്കാം. പതിയെ ഇങ്ങനെ മുഖം വരും നോക്കുന്ന ഡൂമിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നിൽക്കുന്ന ഒരു സ്പേസ് മൊത്തത്തിലൊന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, എന്തോ ഒരു ആഫ്റ്റർ ബാറ്റിൽ നടന്നു കഴിഞ്ഞൊരു സ്ഥലമാണ്. മൊത്തത്തിൽ നശിച്ച് അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഷിപ്പിന്റെ മോൾ ഭാഗമൊക്കെ കാണാനായിട്ട് പറ്റും. സോ ഇത് ഡൂമിന്റെ സ്വന്തം നാടായിട്ടുള്ള ലാറ്റ്വേരിയ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മേ ബി ഇത് വോയിഡ് ആയേക്കാം. ഓൾറെഡി വോയിഡ് എന്ന് പറഞ്ഞൊരു ടൈംലെസ് ലൊക്കേഷനാണ്. പിന്നെ ആ ഒരു സ്ഥലത്തായിരിക്കണം മേ ബി ഡൂം തൻ്റെതായിട്ടുള്ളൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ഉദ്ദേശിച്ച് കൂട്ടി വെച്ചേക്കുന്നത്. മൊത്തം മൾട്ടിവേഴ്സിനും ഫ്രീ വില്ല് നൽകി മൾട്ടിവേഴ്സിന്റെ അപ്പനായിട്ടിരിക്കുന്ന ലോക്കിയെ തട്ടിയിട്ട് ലോക്കിയുടെ കയ്യിൽ നിന്ന് ആ ഒരു മൾട്ടിവേഴ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഈ ഒരു വോയിഡിൽ പുതിയൊരു മൾട്ടിവേഴ്സ് പുതിയൊരു വേൾഡ് തന്നെ തട്ടിക്കൂട്ടുവാനായിരിക്കണം ഡൂമിന്റെ പ്ലാൻ എന്നുള്ള രീതിക്കുള്ള സ്ട്രോങ് തിയറീസ് ഉണ്ട്, പോസിബിളുമാണ്. എർത്ത് 616 കാണിക്കുന്നു. പുതിയ ലോഗോയിലൂടെയുള്ള അവഞ്ചേഴ്സ് ടവർ കാണിക്കുന്നു. അവിടേക്ക് നമ്മുടെ തോർ ഫണ്ടാസ്റ്റിക് ഫോറിന്റെ കൂടെ തണ്ടർ ബോൾസിനെ മീറ്റ് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് വരുന്നു. ന്യൂ അവഞ്ചേഴ്സ് ഫണ്ടാസ്റ്റിക് ഫോർ തണ്ടർ ബോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പ്രസന്റ് ആണ്. തോർ അവരുടെ ഇടയിലോട്ട് വന്നിട്ട് ഒരു സ്പീച്ച് അങ്ങ് കീച്ചുവാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ അവിടെ നമ്മുടെ ഫണ്ടാസ്റ്റിക് ഫോർ ടീമിന്റെ പുറകിലായിട്ട് അവിടെ ഒരു പ്രൊജക്ഷനിൽ ആ ഒരു ഇൻക്വേഷൻ ഇവന്റിന്റെ ചെറിയ ഗ്രാഫും പരിപാടികളൊക്കെ കാണാം. 3 പ്ലാനറ്റുകൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നത് കാണാം. ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സും ഈ ഒരു എർത്ത് 616ഉം പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു എക്സ്മാൻ്റെ യൂണിവേഴ്സും, ആ ഒരു 3 യൂണിവേഴ്സുകളെ ആയിരിക്കും ഇവിടെ ആ ഒരു 3 പ്ലാനറ്റ്സ് ആയിട്ട് അവർ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് 3 കൂടെ ഇൻക്വേഷൻ ഇവന്റിലോട്ട്
പങ്കെടുക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ആയിരിക്കാം ഫണ്ടാസ്റ്റിക് ഫോറിൽ റീഡ് റിച്ചാർഡ്സ് ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ സമയം തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ നെമോറിനെ കാണാൻ വേണ്ടിയിട്ട് ഷൂറിയുടെ ഒപ്പം ഫണ്ടാസ്റ്റിക് ഫോറിലെ മറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഷൂ സ്റ്റോമും നമ്മുടെ തിങ്ങും കൂടെ പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് വേറൊരു പ്ലോട്ട് ലൈനാണ്. നെമോർ പടത്തിൽ ഒരു ആന്റി ഹീറോ മോഡിലാണ് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ഡൂമിന്റെ ആ ഒരു മാനിപ്പുലേഷനിൽ പെട്ടിട്ട് ഒരു പക്ഷേ കുറച്ച് സമയത്തേക്കെങ്കിലും അവഞ്ചേഴ്സിനെ എതിരെ തിരിയുന്ന രീതിയിൽ നെമോറിനെ ആ ഒരു ആന്റി ഹീറോ വൈബിൽ പ്രസന്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം ഇതിൽ തന്നെ ഒരു ഫൈറ്റ് സീക്വൻസിൽ നെമോർ വേഴ്സസ് യൂസ്റ്റോമിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഷൂറിയുടെ ഒരു ഷൂട്ടപ്പ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. പുതിയ ഷൂട്ട് കൊള്ളാം, കാണാനൊരു മെനയുണ്ട്. അവിടെ നിന്ന് അങ്ങനെ കിടിലുമായിട്ടുള്ള ഷൂട്ടായിട്ട് എനിക്ക് തോന്നിയതാണ് സൈക്ലോപ്സിന്റെ ഷൂട്ട്. കറക്റ്റ് കോമിക് ആക്യുറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് ആ ഒരു സ്ക്രീനിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. സൈക്ലോപ്സ് ഞെട്ടിത്തിരിച്ച് ഓടിപ്പടച്ച് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഗാംബിറ്റും ഷാങ്ജിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇവർ രണ്ടുപേരും ഹീറോസ് ആണ്. സോ ഇവർ തമ്മിൽ തല്ലുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ യെസ് ഗൈസ് ഇറ്റ്സ് ഹാപ്പനിങ്, അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ. ഇത് വലിയൊരു ഫൈറ്റ് എന്നുള്ളൊരു രീതിക്കൊന്നും പുഷ് ചെയ്യപ്പെട്ട് പോകാനായിട്ട് സാധ്യതയില്ല. മേ ബി ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് എന്നുള്ള രീതിക്ക് മാത്രമായിരിക്കും ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ അവഞ്ചേഴ്സ് ടീം എക്സ്മാൻ ടീമിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ചെല്ലുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ഇൻകേഷൻ എവന്റ് ഉണ്ട്, പ്ലാനറ്റ്സ് തമ്മിൽ ക്രോസ് ചെയ്ത് ആകപ്പാടെ എല്ലാം കൂടെ തട്ടിപ്പൂട്ടി നശിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണമെന്നുള്ള രീതിക്ക് പറയാനായിട്ട് ചെല്ലുമ്പോൾ ഓൾറെഡി നമ്മുടെ എക്സ്മാൻ യൂണിവേഴ്സിലെ ടീമാണെങ്കിൽ ടോബി മെഗറിന്റെ യൂണിവേഴ്സിനെ മൊത്തത്തിൽ നശിപ്പിച്ച് പൂട്ടി കെട്ടിയിട്ട് നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വേറെ യൂണിവേഴ്സിലെ കുറച്ച് സൂപ്പർ ഹീറോസ് തങ്ങളുടെ യൂണിവേഴ്സിലോട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അവർ പേടിക്കുമല്ലോ. കാരണം ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങളുടെ യൂണിവേഴ്സിനെ നശിപ്പിക്കാൻ വേണ്ടി വേറൊരു യൂണിവേഴ്സിൽ നിന്ന് ആൾക്കാർ വന്നതാണെന്ന് അവർ വിചാരിക്കുമല്ലോ. കൺഫ്യൂഷനായല്ലേ? ആ ഒരു കൺഫ്യൂഷന്റെ പുറത്തുണ്ടാവുന്ന ഒരു അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ ഫൈറ്റ് ആയിരിക്കണം ഇത്. അല്ലാതെ ഇത് വലിയൊരു ഇവന്റ് എന്നുള്ള രീതിക്കൊന്നും പോകാനായിട്ട് ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പടത്തിൽ ഏതൊരു രീതിയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. യെലനോ ബെലോവ വേഴ്സസ് മിസ്റ്റിക് എന്നുള്ള ഒരു ഫൈറ്റും ഈ ഒരു അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ എന്നുള്ള രീതിക്ക് ഇതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ ഈ മിസ്റ്റിക് നമ്മുടെ യെലനോ ബെലോവയുടെ ആ ഒരു ഫേസ് സ്ട്രക്ചർ തന്നെ എടുത്തിട്ട് യെലനോ ബെലോവ വേഴ്സസ് യെലനോ ബെലോവ എന്നുള്ളൊരു രീതിക്ക് ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. തലവൻ ലോക്കിയെ കാണിക്കുന്നത് കയ്യിലൊരു ടിവിയുടെ ഐഡന്റി കാർഡും പിടിച്ചുകൊണ്ട് തിരിച്ചിങ്ങനെ നോക്കുന്ന രീതിയിലാണ് പുള്ളിയെ പ്രസന്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞത് കണ്ട് ഞാൻ നിന്ന് ഞെട്ടിപ്പോയി. കാരണം ഗോഡ് ലോക്കി എന്നുള്ള രീതിക്ക് പുള്ളിയുടെ ക്യാരക്ടറിനെ പുഷ് ചെയ്ത ശേഷം ഇവിടെ കാണിക്കുന്നത് വീണ്ടും ആ പഴയ ടി വി ഏജന്റ് ലോക്കിയാണ്. സോ മേ ബി എനിക്ക് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നത് ഇത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ കാണാൻ വേണ്ടി വരുന്ന ലോക്കി ആയിരിക്കണം. അതായത് ഉത്തമ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലോട്ട് പോയ നമ്മുടെ എൻഡ് ഗെയിമിലെ ക്യാപ്റ്റൻ അമേരിക്കയിലെ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്കയെ നേരെ നമ്മുടെ ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലോട്ട് നമ്മുടെ ലോക്കി കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് പോകുന്നത് എന്നുള്ള രീതിക്ക് റൂമേഴ്സ് ഉണ്ട്. അതിന് ശരിവെക്കുന്ന ഒരു രീതിയിലുള്ള സീക്വൻസ് ആയിരിക്കണം ഇത്. കാരണം ലോക്കിയെ കാണിക്കുന്ന ഒരു സീക്വൻസിൽ പുള്ളിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിപാടികളൊക്കെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു വീട് കാണിക്കുന്ന സീക്വൻസിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നല്ല രീതിക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെയും കാണുന്നത്. സോ മേ ബി ഇവർ തമ്മിലുള്ള ആ ഒരു മീറ്റപ്പിന് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലോക്കിയുടെ ആ ഒരു ഐ ഡി കാർഡ് തിരിച്ചതിലെ ലോക്കിയെ കാണുന്നത് ടി വിയുടെ ബേസിലാണ് ഈ ലോക്കി വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത് മേ ബി ക്യാപ്റ്റൻ അമേരിക്ക ആയിരിക്കണം. കാരണം ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ലോക്കിയുടെ ഗുണാധികാരം കൃത്യമായിട്ട് അറിയാമല്ലോ. സോ പുള്ളിയെ പെട്ടെന്ന് അങ്ങ് നമ്പി കാണത്തില്ല. സോ അവിടെ നമ്പാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കൊടുത്തതായിരിക്കണം ഈ ഒരു ഐ ഡി കാർഡ്. അവിടെ നിന്ന് അങ്ങനെ കട്ട് ഷോട്ട് സീക്വൻസുകളായിട്ട് ഒരുപാട് സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ തോറിന്റെ വോയിസ് ആണ് പോകുന്നത്. ഈ ഒരു വലിയ ആപത്തിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു രീതിക്ക് തോറ് പറയുന്നുണ്ട്. ന്യൂ അവഞ്ചേഴ്സ് ഫണ്ടാസ്റ്റിക് ഫോർ തണ്ടർ ബോൾസ് എന്നൊക്കെ പറഞ്ഞ് പല പല ടീമുകളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ടീംസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും ഈ ഒരു പടത്തിൽ തോറിനെ മെയിനായിട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തോറ്. OG അവഞ്ചറാണ്. പുള്ളിയെ അവിടെ നിർത്തിക്കൊണ്ട് വേറെ ആരെങ്കിലും ആ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഓക്കോർഡായിട്ട് തോന്നും. സോ തോറിനെ തന്നെ ആ ഒരു പടത്തിൽ തന്നെ മെയിൻ ഒരു സോൾ എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. അവിടെ നിന്ന് അങ്ങനെ ട്രെയിലറിൽ തന്നെ ഏറ്റവും പീക്ക് മൊമെന്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പരിപാടി സ്റ്റോം ബ്രേക്കർ എടുത്തുകൊണ്ട് തന്റെ ഫുൾ പവറിൽ ഉയർന്നു ചാടി ബ്രിങ് മീ താനോസ് എന്ന് പറയുന്ന രീതിയിൽ ഇൻഫിനിറ്റി വാറിന്റെ ആ ഒരു സീക്വൻസിനെ ഓർമ്മിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഡോക്ടർ ഡൂമിനെതിരെ ചാർജ് ആയി വരുന്ന തോർ ഒന്നുമില്ല. രണ്ട് വിരൽ നോക്കി ആ ഒരു സ്റ്റോം ബ്രേക്കറിനെ തന്നെ തടഞ്ഞു നിർത്തി നേരെ നമ്മുടെ ഡോക്ടർ ഡൂമിന്റെ കണ്ണുകളാണ് കാണിക്കുന്നത്. കാര്യമൊക്കെ ബിൽഡപ്പ് ഒക്കെ വർക്കായി കണ്ടിരിക്കാൻ നല്ലൊരു രോമാഞ്ചം ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ളൊരു റീസണിങ് ഇല്ലെങ്കിൽ ഇത്രമാത്രം സ്ട്രെങ്തനായിട്ട് ഡോക്ടർ റൂമിനെ കാണിക്കുന്നതിന്റെ റീസൺ പവർഫുൾ അല്ലെങ്കിൽ പണിവാളും. ആൻഡ് ഡോക്ടർ റൂമിന്റെ കണ്ണുകളാണ് കാണിക്കുന്നത്. ആൻഡ് ആ ഒരു മാസ് സ്ട്രക്ചർ ഒക്കെ കിടിലമായിട്ടുണ്ട്. ആൻഡ് പടത്തിൽ ഓൾറെഡി നമ്മുടെ RDJയുടെ ക്യാരക്ടറിനെ കാണിക്കുന്ന സീക്വൻസുകൾ പടത്തിൽ എന്താ പറയുക ഒരു 25% ഉണ്ടാവുള്ളൂ എന്നും ബാക്കി ഭാഗത്തിൽ മൊത്തം ഈ RDJ ഒരു മാസ്ക്ഡ് ഫേസിലായിരിക്കും വരാൻ പോകുന്നതെന്ന് കേട്ടായിരുന്നു. അതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല. ബട്ട് ഈ ഒരു സീക്വൻസിൽ തന്നെ പുള്ളിക്കാരൻ്റെ കണ്ണിൽ തന്നെ ആ ഒരു ദേഷ്യം കാണാനുണ്ട്. സോ കുറച്ച് കിടിലമായിട്ടുള്ള ആക്ടിങ് മൊമെന്റ്സ് ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ആൻഡ് ട്രെയിലറിന്റെ ഒരു എൻ നോട്ട് എന്ന രീതിയിൽ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്തോട്ട് വരുന്ന തോറിനെ കാണിച്ചുകൊണ്ടാണ്. അതും തോറിനെ ഹൈ പാൽ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അഭിസംബോധന ചെയ്യുന്ന ഒരു സീക്വൻസ് ഒരു വോൾസം മൊമെന്റ് ആയിരുന്നു. ഡൂമിനെ ഹൈ ചാർജിൽ കാണിച്ച് ഇത്രയും ഹൈ ചാർജിൽ നിൽക്കുന്ന ഡൂമിനെ തോപ്പിക്കണമെങ്കിൽ ഒരു മിറാക്കിൾ നമുക്ക് വേണം എന്നുള്ളൊരു രീതിക്കുള്ള തോറിന്റെ ഒരു ഡയലോഗ് ഡെലിവറിക്ക് ശേഷമാണ് ക്യാപ്റ്റൻ അമേരിക്കയെ കാണിക്കുന്നത്. സോ ക്യാപ്റ്റൻ അമേരിക്ക പടത്തിൽ ഒരു കീ റോളിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. സോറി, ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടല്ല, സ്റ്റീവ് റോജേഴ്സ് ആയിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത്. സോ
സ്റ്റീവ് റോജേഴ്സിനെ നോക്കി നമ്മുടെ തോർ പറയുന്ന ആദ്യത്തെ വാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഇമ്പോസിബിൾ എന്നാണ്. എന്തോ ഇത് സ്റ്റീവ് റോജേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം പുള്ളിക്ക് അങ്ങ് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ. ആൻഡ് മിയോണിർ നേരെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് കൊടുക്കുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് പുള്ളി ഒന്ന് ഉറപ്പ് വരുത്തുന്നതാണെന്ന് തോന്നുന്നു. വന്നിരിക്കുന്നത് സ്റ്റീവ് റോജേഴ്സ് തന്നെയാണ് എന്ന് തോർ ഉറപ്പ് വരുത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ലോക്കിയൊക്കെ ഇതിനു മുമ്പ് സ്റ്റീവ് റോജേഴ്സിന്റെ വേഷം എടുക്കുന്ന രീതിയിൽ ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ ഇത് ലോക്കി ഒന്നും അല്ല, ഇത് സ്റ്റീവ് റോജേഴ്സ് തന്നെയാണ്, വർത്തിയാണ് എന്നുള്ളൊരു രീതിക്ക് ആ ഒരു പരിപാടി ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു സീക്വൻസ് മെയിനായിട്ട് തോന്നിയത്. നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വോൾസം മൊമെന്റ് ആയിരുന്നു ആ ഒരു സീക്വൻസ്. അവിടെ നിന്ന് അങ്ങനെ ഡൂംസ്ഡേ ക്ലോക്ക് കൂടെ കാണിച്ചുകൊണ്ട് ട്രെയിലർ എൻഡ് ചെയ്യുവാണ്. ഓൾറെഡി പുറത്തു വന്നിട്ടുള്ള റൂമേഴ്സ് പ്രകാരവും സിനിമ കോണിൽ ഇതിന് മുമ്പേ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിലറിൽ കണ്ടിട്ടുള്ള സീക്വൻസുകൾ എന്നുള്ള രീതിക്ക് പുറത്തു വന്നിട്ടുള്ള റൂമേഴ്സ് പ്രകാരവും നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിലറിലൂടെയും പ്രധാനമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് ഒരു പരിധിവരെ നല്ലൊരു കാര്യമാണ്. പടത്തിന്റെ ഒരു എക്സ്ക്ലൂസിവിറ്റിയെ അത് നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും. അതായത് കൂടുതൽ സീക്വൻസുകളൊക്കെ കാണിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഓൾറെഡി അറിയുന്ന സീക്വൻസുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിക്ക് പ്രസന്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ഈ കിടിലമായിട്ട് വരുമല്ലോ. എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു സീക്വൻസ് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും തോന്നി. വൈകുന്നേരം ഇറങ്ങി ട്രെയിലർ കണ്ട് അപ്പം തന്നെ പെട്ടെന്ന് ഹൈപ്പ് കയറി ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ചില സീക്വൻസുകളോ ചില പരിപാടികളൊക്കെ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധപ്പെടുത്തിക്കണേ. അപ്പോൾ ഓരോ ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു രീതിക്കാണ് ട്രെയിലർ വർക്കൗട്ട് ആയതെന്നുള്ളൊരു കാര്യവും ട്രെയിലർ ആ ഒരു പടത്തിന് മേലുള്ള ഹൈപ്പിനെ എത്രമാത്രം കൂട്ടാനായിട്ട് സഹായിച്ചു എന്നുള്ളൊരു കാര്യവും ഞാൻ കണ്ടുപിടിച്ചതിൽ അല്ലെങ്കിൽ കവിഞ്ഞെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.